BJPയുടെ ആ 3 പേരുള്ള നിയമസഭ പ്രവർത്തിക്കുന്ന സമയത്ത് ഭാരതത്തിനെതിരെ ഉള്ള ഏതെങ്കിലും ഒരു പ്രമേയത്തെ ഇനി ഒരു തരത്തിലുള്ള എതിർപ്പും കൂടാതെ കേരളത്തിൽ പാസ്സാക്കും. മുട്ടുകാലടിക്കും. കാരണം എനിക്ക് 2 ദിവസം മുമ്പ് മുരളിയേട്ടൻ നടത്തിയ പത്രസമ്മേളനം നിങ്ങളെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ലീഗിനെതിരായിരിക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായിരിക്കുമോ CPI-നെതിരായിരിക്കുമോ, അദ്ദേഹം പറഞ്ഞത് അവർ എടുക്കുന്ന തീരുമാനത്തിന് അനുസൃതമായി ഞങ്ങൾ അവരെ എതിർക്കും. എല്ലാത്തിനും എതിർക്കുന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഈ രാജ്യത്തെ അനുകൂലിക്കുക അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ വികസനത്തെ ബാധിക്കുന്ന തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ അതിനെ എതിർക്കുകയും അതിനെ അനുകൂലിക്കുകയാണെങ്കിൽ അനുകൂലിക്കും. എനിക്ക് തോന്നുന്നത് കേരള നിയമസഭ ഒരുപക്ഷെ കാതോർത്തിരിക്കുന്നത് ഈ 3 പേരുടെയും, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെയും മുരളിയേട്ടൻ്റെയൊക്കെ പ്രസംഗത്തിനായിരിക്കും. അടുത്ത 5 വർഷം നിയമസഭയുടെ ചരിത്രത്തിലെ രേഖകളാകാൻ പോകുന്ന ഒരു കാര്യം സംശയമില്ല.